ഇന്ന് ഞാനിവിടെ ബേക്ക്ഡ് ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ലൈസ് ചെയ്ത് ബ്രെഡ് എടുക്കണം. ഇനി ഈ ബ്രെഡ് എല്ലാം നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് റൗണ്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോൾഡ് എടുക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്തെടുത്ത പീസ് കളയൊന്നും വേണ്ട. ഇതിനി കട്ട് ചെയ്ത് ഉപ്പുമാവ് പോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിനുൾഭാഗം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിനേക്കാളും ചെറിയൊരു മോൾഡ് വേണം. ഈ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്കുള്ള ഭാഗം മാറ്റാം. ഇതുപോലെ വേണം ഈ ഇരിക്കുന്ന ബ്രെഡൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മസ്റ്റാർഡ് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഓരോ പീസിലേക്കും ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്ത ശേഷം ഈ ഓരോ റിങ്ങും എടുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ റെഡിയാക്കി വെക്കണം. ഇനി ഈ ബ്രെഡിൻ്റെ സെൻറ്ററിൽ വെക്കുന്ന ഫില്ലിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, ടൊമാറ്റോ, സ്പ്രിംഗ് ഒണിയൻ, മല്ലിയില ഇത് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണൽ ആണ്. ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ക്യാരറ്റും ക്യാപ്സിക്കവും ടൊമാറ്റോയും ഇട്ട് വഴറ്റി കൊടുക്കാം. ടൊമാറ്റോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുള്ളിലെ സീഡ് മാറ്റിയിട്ട് വേണം എടുക്കേണ്ടത്. ഒരുപാട് ഇത് കുക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതി. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുട്ടയുടെ സെൻറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയൻ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആയി വരുമ്പോഴേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലൂടെ ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ഈ ഫില്ലിംഗ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഞാനിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഇനി ഇത് 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ബ്രെഡ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ബേക്കാവുന്ന നേരം കൊണ്ട് ഞാനിത് കട്ട് ചെയ്തെടുത്ത ബ്രെഡുകളാണ്. ഇതുകൊണ്ട് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഈ ബ്രെഡിനെ ഞാൻ മുറിച്ചിടാണ്. ഇത് ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്ത ഫില്ലിങ്ങിന് ബാക്കി വന്നതാണ്. ഇനി ഈ മിച്ചം വന്ന ബ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യണം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ മെൽറ്റായി വരുമ്പോഴേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഒരു ഭക്ഷണ സാധനവും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഒണിയനും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ബാക്കി വന്ന ബ്രെഡ് കൊണ്ടുള്ള ഉപ്പുമാ ഇവിടെ തയ്യാറായി. ഇത് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ബ്രെഡ് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ബേക്ക്ഡ് ബ്രെഡ് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.